നൈറ്റ് 2025 ഈ മഹനീയ വേദിയിൽ നമ്മുടെ സ്വന്തം ഇടവക മക്കൾ ധന്യപൂർവ്വം അണിയിച്ചൊരുക്കുന്ന ഹ്രസ്വനാടകം ചുട്ടയിലെ ശീലം ചുടല വരെ. രചനാ സംവിധാനം ജിതിൻ പൂവത്തിങ്കൽ, പശ്ചാത്തല സംഗീതം ഫിബിൻ കൊരട്ടി, രംഗപടം നിർമ്മാണം റോബിൻ ബെൽത്തങ്ങാടി, ശബ്ദവും വെളിച്ചവും അജിത് ആൻഡ് ജോമ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിത്തന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഇടവക ഭാരവാഹികൾക്കും ഈ കലാസമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സ്നേഹമുള്ള കലാസ്നേഹികൾ, ജീവിതം ഒരു നാടകമാണ്. ഓരോരുത്തരുടെയും വേദികൾ വ്യത്യസ്തമെന്ന് മാത്രം. പക്ഷേ ഓരോ കഥാപാത്രത്തെയും ജീവിതം പല രീതികളിൽ പരീക്ഷിക്കപ്പെടുന്നു. ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കാനഡയിലെ ഒരു കുടുംബത്തിൽ നടക്കുന്ന ചില നല്ല നിമിഷങ്ങൾ ഒപ്പിയെടുത്ത് അതിൽ കുറച്ച് കളിയും തമാശയും അതിലുപരി ദൈവസാന്നിധ്യം കുറഞ്ഞു പോകുമ്പോൾ കുടുംബങ്ങളിൽ വരുന്ന ഭവിഷ്യത്തുകളിലേക്കുള്ള ഒരു പുനർചിന്ത. വേദിയിൽ ഞങ്ങൾ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു കുടുംബനാഥൻ വട്ടവളപ്പിൽ മിസ്റ്റർ സേവിയർ ആശാൻ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സു എന്നറിയപ്പെടുന്ന മിസ്സസ് സൂസൻ, അവരുടെ കുഞ്ഞുമക്കളായ ഇവാനും ഷോണും, നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഇവരുടെ സ്നേഹസമ്പന്നരായ മാതാപിതാക്കൾ തോമാച്ചായൻ, ഏലിയാമ്മച്ചി. ഇവരുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന എത്രയും സ്നേഹം നിറഞ്ഞ വികാരിയും മാർഗദർശിയും നിർദ്ദേശിയുമായ റെവറൻ ഫാദർ ജേക്കബ് കല്ലറ, കൈക്കാരനും വേദപാഠക അധ്യാപകനും നിങ്ങൾക്കുമുണ്ട്. സദസ്സിലെ വെളിച്ചങ്ങൾ എല്ലാം മനസ്സ് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ നിസ്വാർത്ഥമായ കരഘോഷങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് ഞങ്ങളുടെ പ്രചോദനം. അടുത്ത ഒരു ബെല്ലോടുകൂടി ബെൽവിൽ കലാസമിതിയുടെ നാടകം ഇവിടെ ആരംഭിക്കുന്നു. ചുട്ടയിലെ ശീലം ചുടല വരെ. കൊള്ളാലോ, നല്ല ദിവസമാണല്ലോ. കാലത്ത് തന്നെ അമ്മായിയമ്മയുടെ തലയ്ക്ക് മരുമകള് കൊനക്കടിച്ചു. ഓ, നല്ല രസം. അടുത്തത് പറയാൻ കൊള്ളത്തില്ല. വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമം. കർത്താവേ, ഈ നാടിന്റെ ഒരു പോക്കെ. പിന്നെയുണ്ട് പുതിയ കുറച്ച് ന്യൂ ജനറേഷൻ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. അവരാണെങ്കിൽ കഞ്ചാവും ഡ്രഗ്സും തന്നെ. ഈ നാടിന്റെ ഒരു പോക്ക്. നാട്ടിലെ കാര്യം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഓ എന്റെ ദൈവമേ. എന്റെ സൂസൻ എന്ത് ചെയ്യണോ? അവളെ കാണാനില്ലല്ലോ. മോളോ സൂസൻ, സൂസൻ. അവള് കാലത്ത് തന്നെ മോഡലിക്കും ഫാഷനുമായിട്ട് ഇറങ്ങി. എടി, വല്ലപ്പോഴും ആ നാട്ടിലെ ന്യൂസൊക്കെ ഒന്ന് വെച്ച് കാണും. കാരണവന്മാരൊക്കെ ഉള്ളതല്ലേ. എനിക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊക്കെ മൊബൈലിൽ നോക്കിയേ പറ്റും. ഓ, നിന്റെ ഒരു ഫോളോവേഴ്സ്. വേറെ ഇരിക്കുന്നു. അവ 24 മണിക്കൂർ മൊബൈലിൽ ഗെയിം കളിയായിട്ട് അതങ്ങനെ ഈ ഫാഷനും മോഡലിംഗ്. എന്തൊരു ഫാമിലി. വല്ലപ്പോഴും കാരണവന്മാരെയൊക്കെ ന്യൂസുകളിലൊക്കെ അറിയാടി. ശരിയാ, ഞാൻ ഇതൊക്കെ കുറെ റീൽസിൽ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ദീസ് തിങ്സ്. You know, I'm looking into new fashions, trends, styles. So I'm curious about that, baby. I don't care about all this crap. ഈ മനുഷ്യന്റെ വ്യത്യാസം. ഓ, അതൊന്നും ഇല്ല. അത് ചുമ്മാ ഒരു സാധനം. നീ ഇപ്പൊ അതൊന്നും അറിയണ്ട. ഓ, ഇവന്റെ ഒരു ശരി.
വന്നിരിക്കണല്ലോ. ഈ നേരത്തെ ആരാണോ? ഓ ദൈവമേ. ആ അച്ഛനോ? കേറി വാ അച്ഛാ. എന്നാ ഉണ്ട് വിശേഷം? സുഖമൊക്കെ തന്നെയല്ലേ? അതെ അച്ഛൻ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാൻ ഈ വഴി വന്നപ്പോ ചുമ്മാ പോയി അറിയാം. ആ അത് ഏതാക്കിയാലും നന്നായി അച്ഛൻ. അച്ഛൻ ഇങ്ങോട്ടൊന്ന് ഇരുന്നാട്ടെ. എടാ സുഷേ, അച്ഛനല്ലേ ഇങ്ങോട്ട് ഇരിക്കട്ടെ. നാട്ടിൽ നിന്ന് ചാച്ചനും അമ്മച്ചൊക്കെ വന്നത് അവരകത്തിരിപ്പുണ്ട് അച്ഛാ. ഞാൻ അവരെ വിളിക്കാം. എനിക്കൊന്ന് പുറത്തോട്ട് പോകും വേണം. സുഷേ, നീ അവർക്ക് അച്ഛന് കാപ്പി വല്ലതും എടുത്തു കൊടുക്കേ. ഞാൻ വരാം. Hi, Acha, how are you? Good. How are you? I'm good. I must go right now. I'm really busy. My friends are waiting at the shopping mall. I need to go for shopping. So you guys have fun. എന്നെ കൊണ്ടുള്ള പിള്ളേരെ വിഷയമൊക്കെ ഇവിടെ എന്ത് ചെയ്യാം? ചാച്ചനും അമ്മച്ചൊന്നും ഇല്ലേ? അവര് അപ്പ എന്ത് ചെയ്യും? റെഡി പോയിരിക്കാം. അവർ പുറത്തേക്ക് പോകുന്നത് ആണോ? എന്തുവാ മൊബൈലിലാണോ കളിയുന്നത്? ഇതൊക്കെ അത്ര നല്ലതല്ല കേട്ടോ മക്കളെ. ഇന്നത്തെ കാലത്ത് വഴിതെറ്റി പോകാൻ ഇതൊക്കെ തന്നെ ധാരാളം. ഓ അച്ഛോ, ഞാനൊന്ന് പുറത്തോട്ട് പോവാ. ഓ ഞങ്ങളുടെ ക്ലബിന്റെ ടൂർണമെന്റ് നടക്കുക. ഓ ആ ഒത്തിരി ടീമുകളൊക്കെ വന്നിട്ടുണ്ട്. ഓ ഞാനാ ഈ പ്രാവശ്യം ഫൈനലിൽ വന്നിരിക്കുന്നത്. ഓ അച്ഛനറിയാലോ, ഞാൻ പഴയ വലിയ കളിക്കാരനാ. അല്ല സേവർ വലിയ കളിക്കാരനാണോ? നാട്ടുകാർക്കൊക്കെ അറിയാലോ. ആ അച്ഛോ, എവിടുന്നാ ടീമിന്റെ അച്ഛൻ അറിയാമോ? അല്ല ഇത് മസിലാണോ അതോ ഇതോ? അത് പൊക്കോ. ഞാനിപ്പോ പോയി എക്സസൈസ് ചെയ്യില്ലേ. എക്സസൈസ് ഇത് മോളെ വീട്ടിലോട്ട് കയറി മസിലാവുകയാണെങ്കിൽ ഇച്ചിരി നല്ലതാണ്. ശരിയാ. പിന്നെ അച്ഛോ, നീ വന്നിരിക്കുന്ന ടീമുകളൊക്കെ എവിടുന്നാന്ന് അച്ഛൻ അറിയാമോ? എവിടുന്നാ? അങ്ങോട്ട് എവിടെന്നാ വലിയ ടീമുകളാ. ഒന്ന് നിശിസായ ലാംപ്ടൺ, ആ പിന്നെ നമ്മുടെ ക്രിസ്ത്യനൊക്കെ ഉണ്ടായിരുന്നു. ഓ എല്ലാത്തിനും ഞാൻ തോന്നിച്ചു. അല്ല സേവർ വലിയ കളിക്കാരനാണല്ലോ, നാട്ടുകാർക്ക് അറിയാലോ. അച്ഛനറിയാലോ, പഴയ കളിക്കാരനാ. പ്രായമായി എന്നാലും പിള്ളേർക്കൊക്കെ ഒന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് പോയല്ലേ. ഓ ഞാനങ്ങ് പൊക്കോട്ടെ അച്ഛാ, എനിക്ക് സമയമായി. ഞാന് ക്ലബിന്റെ സെക്രട്ടറി കൂടിയാണല്ലോ. ഇതല്ലേ ഇത്തിരി വർഷമായിട്ട് സെക്രട്ടറി കൂടിയാണ്. എനിക്ക് നീ അന്ന് ചെറുത് വാമൊക്കെ ചെയ്തിട്ട് വേണം. അല്ല നീ വലിയ കളിക്കാരനല്ലേ, അപ്പൊ വാമക്കുണ്ടെങ്കിൽ ആവശ്യം കേട്ടോ. അടിയ അച്ഛോ, ഞാനങ്ങ് പോവാ കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ പിന്നെ അച്ഛ ഒരു കാര്യം, എന്റെ കൂടെ ഫൈനൽ കളിക്കുന്ന ആരാന്ന് വെച്ചാൽ അറിയാം. ആ നമ്മുടെ മിസിസായ രൂപതയിലെ പിള്ളേരാ. അല്ല അവര് നീ വലിയ കളിക്കാരനാണല്ലോ. ആ അവരും വലിയ കളിക്കാരനാന്നൊക്കെ അച്ഛാ പറയുന്നത്. പക്ഷേ ഓ നിന്റെ മുമ്പിൽ അവരൊക്കെ പിന്നെ അച്ഛോ, ഞാനൊരു കാര്യമായിരുന്നു. എനിക്കവിടെ കുറച്ച് പിള്ളേരുണ്ടല്ലോ. ഞാൻ പണ്ട് അവിടെ ആയിരുന്നല്ലോ. ഓ ഞാൻ അറിഞ്ഞത് അവിടുത്തെ കുറെ കന്യാസ്ത്രീമാരും അച്ഛന്മാരും എല്ലാം കൂടി അവർക്ക് വേണ്ടി വ്രതമെടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. എനിക്കതൊന്നും പ്രശ്നമല്ല. ഞാനാ ജീവിക്കുള്ള അച്ഛനറിയാലോ. ഞാൻ പറയാം, നീ വലിയ കളിക്കാരനല്ലേ. ആ എന്നാ പിന്നെ ഞാനങ്ങ് പൊക്കോട്ടെ അച്ഛാ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സമയം ഒത്തിരി ആയി. എനിക്ക് അമ്മച്ചൊരു വാമൊക്കെ ചെയ്തിട്ട് വേണേ. അപ്പച്ചനെ അമ്മച്ചും കാണാൻ. അച്ഛോ ഓ പിന്നെ ഒരു കാര്യം, ആ അച്ഛനൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ. ഓ എനിക്ക് പേടിയുണ്ടായിരുന്നല്ല. പിന്നെ പിന്നെ അച്ഛൻ ചുമ്മാ ഇരിക്കല്ലേ, ചുമ്മാ പ്രാർത്ഥിച്ചു. ഞാനത് ചെല്ലട്ടെ. ഓ ആ അച്ഛനോടാണെങ്കിൽ ഉള്ള ഉപകാരം ചെയ്തു. കാണികളുടെ ഇടയിൽ നിൽക്കാനും സീറ്റെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. മക്കളെ ചാച്ചനും അമ്മച്ചും വന്നത് കിട്ടും. അവർക്ക് എന്ത് ചെയ്യും? ചാച്ചാ ആ ഇതാ വരുന്നു മോനെ.
അച്ഛാ ഈശ്വരൻ സ്ഥിതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും എപ്പോഴും ദൈവത്തെ സ്ഥിതിയായിരിക്കട്ടെ. നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വന്നത് കേട്ടു. കാലാവസ്ഥയൊക്കെ ഇഷ്ടമായോ? എന്നാ പറയാനച്ചാ, നമ്മുടെ നാട് നല്ലത്. ഇവിടെ എല്ലാം മുടിഞ്ഞ തണുപ്പ. അത് സത്യമാണ്. ഒന്ന് പുറത്തോട്ട് ഇറങ്ങുമെന്ന് വിചാരിച്ചാൽ കോട്ടും സൂട്ടും പിന്നെ ജാക്കറ്റും ഒരു പിടിപ്പത് പണി തന്നെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയ സുഹൃത്തുക്കള്, ബന്ധുക്കള്, കൂട്ടുകാര്, എന്റെ അച്ഛോ ഒന്നും പറയണ്ട. ആ ചായക്കട കയറി ഒരു ചായ കുടിച്ച് നാട്ടിലായിട്ട് സ്വറ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോ സമയം പോണത് അറിയില്ലല്ലോ. ഇപ്പാണെങ്കിൽ മഴക്കാലം തുടങ്ങാൻ പോകണം. ചക്കയും മാങ്ങയൊക്കെ മൂത്ത് നിൽക്കുന്ന കാലം. എന്റെ അച്ഛോ, എന്റെ വീടിന്റെ മുമ്പില് ഒരു നല്ല മൂവാണ്ട മാവ് നിൽക്കുന്നുണ്ട്. ആ മാവുമ്പോ മാങ്ങ ഇങ്ങനെ എന്തൊരു രസമാണോ കാണാനായിട്ട്. മാങ്ങ ഇങ്ങനെ മാവ് നിറച്ച്, മാവ് കാണാൻ സാധിക്കില്ല, അത്രയും മാങ്ങയാണ്. ഈ മാങ്ങ ഞങ്ങള് ചുമച്ചു വരുന്ന പ്രായം. അത് ഞങ്ങൾ പറിച്ച് ഞങ്ങളെ കൊണ്ട് വട്ടത്തിരുന്ന് അത് ചെത്തി കൂളി നുറുക്കി ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളകോടി ഇട്ട് ഒരു പിടിയോട് പിടിക്കോ. എന്താ രസം. അപ്പച്ചൻ ഇത് പറയുമ്പോ എന്റെ തന്നെ ആയിരുന്നു നാവിൽ വെള്ളം വരിക. പിന്നെ എന്റെ പൊന്നച്ചോ, ഇവിടെ ഇവർക്കൊരു സഹായം ആയിക്കോട്ടെന്ന് വെച്ച് ഞങ്ങൾ നിങ്ങളുടെ കഴിവുകൂടാം. അതുപോലെ നിങ്ങളെ പോലെയുള്ള കാരണവന്മാർ ഇവിടെ വരുമ്പോഴല്ലേ ഇവിടെ ജോലി പ്രശ്നങ്ങള്, അതുകള്, മോർഗേജ്, അവർ നിങ്ങളെ പോലെയുള്ള ആളുകൾ വന്ന് പിള്ളേരെയൊക്കെ ഒന്ന് നോക്കി അവർക്ക് ജോലിക്കൊക്കെ പോയി അവർക്കല്ലേ ഒരു സന്തോഷം, അവർക്കൊരു ആശ്വാസം ആവുമല്ലോ. ശരിയാണ്, പക്ഷെ അതിന്റെ ആ ഫലം അവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അമ്മച്ചി എന്തോ ഞാൻ സോറി, ഞാൻ വിളിക്കാട്ടോ. അവളെ അകത്തുണ്ട്. എഴുതാമ്പോ എഴുതാമ്പോ ഇവിടെ ആരാ കൊണ്ടെന്ന് നോക്കി. എല്ലായ്പ്പോഴും എപ്പോഴും ദൈവത്തെ സ്ഥിരമാക്കിയിട്ട് മോളെ. നാട്ടിൽ നിന്ന് വന്നത് കേട്ടോ. എന്നാണ് വിശേഷമൊക്കെ? നാട്ടിൽ ഭയങ്കര ചൂടാണെന്ന് കേട്ട്. ഇടയ്ക്ക് മഴയുണ്ടെന്നൊക്കെ കേട്ടെ. മഴയാണേലും ചൂടാണേലും എന്റെ അച്ഛാ നാട് തന്നെയല്ലേ നല്ലത്. അത് സത്യമാണ്. അതെ, അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനെന്നാ ഇറങ്ങുമോ? അച്ഛൻ ഞാൻ ചായ അതെ, ഞാൻ വന്നത് വേറെ ഒരു കാര്യം കൂടെ പറയാനാണ്. മറവിയാണ്. അത് നമ്മുടെ പള്ളിയിൽ നിന്ന് പിള്ളേർക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇവിടുന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല, കിങ്സ്റ്റണിൽ വെച്ചാൽ ക്യാമ്പ്. പിള്ളേർക്ക് നല്ല കാര്യം, അത് നമ്മുടെ രൂപത അറേഞ്ച് ചെയ്യുന്ന നല്ല കാര്യം. സേവനോടൊന്ന് പറഞ്ഞേക്കണം ഈ പിള്ളേരെ അതിനൊക്കെ ആയിരിക്കും. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരുടെ കാര്യമൊക്കെ അറിയാലോ അപ്പച്ചന. തീർച്ചയായിട്ടും ഞാൻ പറയാം. ഞങ്ങളൊരു കാര്യമാണ് ഞാൻ ഈ ഇലക്ട്രിക് അടുപ്പിലൊന്നും ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ അടുത്ത പ്രാവശ്യം ചൂട് നോക്കി ഇറങ്ങും. അപ്പൊ ഞാൻ ആവട്ടെ. അപ്പൊ നമുക്ക് പള്ളി വെച്ച് കാണാം കേട്ടോ. ഓക്കെ ഓക്കെ. എന്നാൽ മക്കളെ പിള്ളേരുടെ കാര്യമൊക്കെ തന്നെയാണ്. അപ്പൊ ശരി ശരി റെഡി ചെയ്യാമ്പോ എന്നാ നല്ല അച്ഛനല്ലേ, എത്ര നല്ല രസമായിട്ട്. പിന്നെ കഴിഞ്ഞ ഈസ്റ്റർ സന്ദേശം നീ കേട്ടിരുന്നു അച്ഛൻ്റെ? ഓ, അത് എത്ര മനോഹരം. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അച്ഛനത് വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കുന്ന രീതിയിൽ നന്നായി സംസാരിച്ചു. വളരെ നന്നായിരുന്നു. നാട്ടിലെ വിശേഷങ്ങള് ജനീസേ, ഇന്നത്തെ വിശേഷമൊക്കെ ഒത്തിരി നാളായാലോ വീടുകളൊക്കെ കണ്ടിട്ട്.
ഞാൻ പെട്ടെന്ന് നിന്റെ 2-3 കോൾ കണ്ടപ്പോഴത്തേക്കും വിളിച്ചതാ. എന്തുകൊണ്ട് നാട്ടിലെ അപ്പച്ചനും അമ്മച്ചിക്ക് സുഖമാണോ? ഇല്ലടാ, ഇച്ചിരി തിരക്കായിരുന്നു. ഞങ്ങളുടെ പള്ളി ഇടവയുടെ പെരുന്നാൾ പ്രമാണിച്ച് കുറച്ച് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതെ. പിന്നല്ലേ, വലിയ നല്ല പരിപാടിയാ. ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ കൽവൽ പിതാവ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്കറിയാവുന്നല്ലേ, അങ്ങനെ വലിയ കൂട്ട. എന്തോ പൈസയോ? എടാ, അത് മാത്രം ചോദിക്കരുത്. വലിയ കഷ്ടപ്പാടിലുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോ കാനഡയിലാണെന്ന് പറയും, പക്ഷെ കാര്യമൊന്നുമില്ല, പറയാനേ ഉള്ളൂ. 6 മാസം തണുപ്പും ബാക്കിയുള്ള സമയം ഈ പണിയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മോർഗേജ് അടയ്ക്കാൻ പോലും ഉള്ള പൈസ കിട്ടുന്നില്ല. സൂസനോ? അവളുടെ കാര്യം പിന്നെ നിനക്കറിയാലോ. അവൾക്ക് അവളുടെ മോഡലിങ്ങും ഫാഷനുമായിട്ട് നടക്കാനുള്ള സമയമുള്ളൂ. ജോലിക്കൊന്നും പോകുന്നതിൽ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് പോകണം ഈ കാര്യങ്ങളൊക്കെ ഓടിക്കാൻ. മോർഗേജ് പോലും അടക്കാനുള്ള പൈസ എത്തത്തില്ല. എടാ, ആരാണ്ട് പുറത്ത് വന്നിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ ആരാന്ന്. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. ശരിയാടാ, ഓക്കെ. ഓരോരുത്തന്മാര് പൈസ വിളിക്കാൻ വിശേഷം? സുഖം. കയറി വരും, ഇരിക്കും. നിങ്ങൾ വരുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. അതാ ഞങ്ങളൊന്ന് വിളിച്ചേച്ചു വരാം. അത് ഇറക്കിയാലും നന്നായി, ഞങ്ങൾ ഇവിടെ ഉണ്ടായല്ലോ. ഇത് എവിടെ വെച്ചാ പ്രോഗ്രാമൊക്കെ? അത് ഇവിടുന്ന് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. നമ്മുടെ കിങ്സ്റ്റണിൽ വെച്ചിട്ട പരിപാടി. അത് ശരി. പിള്ളേരുടെ കുറച്ച് സ്പിരിച്വൽ ക്ലാസ്സും കൾച്ചറൽ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നല്ലൊരു ഫൺ പരിപാടിയാണ്. എന്തായാലും പിള്ളേരെ വിടുവരിക്കലല്ലേ? പിന്നെന്താ, വിടാലോ. അല്ല പിന്നെ ഞാൻ വൈഫിനോടും കൂടി ഒന്ന് ചോദിക്കട്ടെ. അല്ലെ പിന്നെ അതും മതി. സൂസൻ, സൂസൻ. ഹലോ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടോ. ഇവിടെയാണ് ഇടയ്ക്ക് വന്നിട്ടുള്ളത്. Hi guys, how are you? Good, how are you? I'm good. I heard that you were coming. What's up? ഞങ്ങൾ ആ ക്യാമ്പിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതല്ലേ? Oh yeah, I heard. നല്ലൊരു ക്യാമ്പാണ് ഇത്. കിങ്സ്റ്റൺ പിന്നെ വിടാലോ? No. I don't think we have to send them. I don't think the kids are interested to go for camps and church. They have a lot to do. They have a lot to study. They have a lot of activities like skating, piano lessons. They are really busy. I don't think they are really interested to go. എടി സൂസൻ, ഇത് നോക്കി നല്ല നല്ല പ്രോഗ്രാമാണ് ഇതിന് മുഴുവൻ. പിള്ളേരൊന്ന് പോയി നോക്കട്ടെ. അല്ലേ പിന്നെ വേണ്ട. എനിക്കിതൊന്നും പണ്ടേ താല്പര്യമില്ല. പിള്ളേർക്ക് ഇതൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ വരത്തുമില്ല. Sorry guys, I must go right now. My friends are coming. I need to cook for them. I'll see you later. എന്നാ ഞങ്ങളൊന്ന് ഇറങ്ങിപ്പോ. ആയിക്കോട്ടെ. പണി പരിപാടിയാ, പറ്റുവാണെങ്കിൽ വിട്. നോക്കാം. ഇതും കൂടി കൊടുക്കോളൂ. എന്നാ അങ്ങനെ ആവട്ടെ. ശരി കേട്ടോ. ശരി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ടീച്ചറിൽ നിന്ന് നടക്കാൻ പോകില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. $10,000 ഇത് അവിടുന്നല്ലേ? ആ സൂസൻ അവളുടെ ഒക്കത്തെ എന്തെങ്കിലും പർച്ചേസിങ് നടത്തിയതായിരിക്കും. ചോദിച്ചിട്ടോ? എടി സൂസൻ, നീ എന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് $10,000 എന്തെങ്കിലും പർച്ചേസിങ് നടത്തിയായിരുന്നോ? ഒന്ന് പോ മനുഷ്യ. ഞാൻ എടുത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. നിനക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല? ഇല്ല. പിന്നെ ആരാണ് ഇത്രയും $10,000 പർച്ചേസിങ് ഒരാഴ്ച കൊണ്ട് നടത്തുന്നത്? ആ പിള്ളേരോടാണ് ഞാൻ ചോദിക്കുന്നത്.
ഇത്രയില്ലാത്ത പിള്ളേരാണ് അവിടെ 10,000 രൂപ ഒരാഴ്ച കൊണ്ട് പർച്ചേസിംഗ് നടത്തുന്നത്. എടാ അപ്പു, നീ ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വല്ല പർച്ചേസിംഗ് ചെയ്തായിരുന്നോ? നീ ചെയ്തിട്ടില്ല. നിന്റെ തലയ്ക്ക് അറിയത്തില്ല മുടിയിപ്പിക്കാനായിട്ട്. സത്യം പറഞ്ഞോ, രണ്ടിന്റെ മുട്ടുകാലി ഞാൻ തല്ലി കൊടുക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. ഞാനിപ്പോ തന്നെ ഇതിനൊരു കോമഡി ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ വിളിക്കട്ടെ ബാങ്കിലോട്ട്, കാണിച്ചു തരാം രണ്ടിനെ. ഒടുക്കത്തെ നിന്റെ ഒരു ഫാഷനും അവന്റെ ഒരു മൊബൈലിലെ 24 മണിക്കൂർ ഇരുത്തോ. ഹലോ, എടാ കൂത്തല്ല, നീയാണ് ഈ 10,000 രൂപയ്ക്ക് ഗെയിം കളിച്ചപ്പോ കളഞ്ഞിരിക്കുന്നത്. നീയാണ്. ഞാൻ ബാങ്കിൽ എൻക്വയറി ചെയ്തു. കുറ്റം കേട്ടവരെ നീ ഒരാഴ്ച കൊണ്ട് $10,000 ഗെയിം കളിച്ചു കളഞ്ഞു നശിപ്പിക്കാനായിട്ട്. നിന്റെ തലക്ക് ഒന്നും സമയമില്ല. പക്ഷെ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ. $10,000 ചെറിയ പൈസ. നിന്റെയൊക്കെ എടി നിന്നെ ഇവിടെ ഇങ്ങനെ പോയാൽ ശരിയാവുന്നില്ല. നമുക്ക് വികാരത്തോട് പറഞ്ഞു നോക്കാം. അതെ, ഈ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് പണം പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്താ നിന്റെ അഭിപ്രായം? അതെയോ? അമ്മ നീ നിൽക്കൂല, ഞാൻ കൂടെ വാഴും. എന്റെ ഫോൺ പെണ്ണ പ്രായം. ഹലോ, ആ അച്ഛാ, ആ ഇത് വേലപ്പള്ളി സേവന്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ആ അച്ഛാ, ആ അപ്പച്ചനാ അച്ഛാ. ആ ഞങ്ങളൊരു സങ്കടകരമായ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ അച്ഛാ. അതെ, ആ ചെറുക്കൻ, ആ സേവന്റെ മൂത്ത ചെറുക്കനുണ്ടല്ലോ, അവൻ ഗെയിം കളിച്ച് ഒത്തിരി പൈസ, ഒത്തിരി ഡോളർ നഷ്ടപ്പെട്ടു എന്നാ പറയണത്. രണ്ടുപേരും കിടന്ന് ഇവിടെ ഭയങ്കര ബഹളുണ്ടാക്കാൻ പറ്റും. അദ്ദേഹം വന്നിട്ട് സൂസൂനോടും ചെറുക്കനോടൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. അച്ഛന് മാത്രം ഞങ്ങളെ ഈ സാഹചര്യത്തിൽ സഹായിക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാ? ആ നാളെ മതി അച്ഛൻ, നാളെ മതി. ഓക്കെ, ടുമാറോ മോർണിംഗ്. ഓക്കെ, താങ്ക് യു ഫാദർ, താങ്ക് യു വെരി മച്ച്. നാളെ വരാതെ പറഞ്ഞത്. അച്ഛൻ എന്തായാലും നമ്മുടെ കാര്യം കേട്ടപ്പോൾ തന്നെ അച്ഛൻ ഭയങ്കര ഇഷ്ടമായി. അതായത് നമ്മൾ സഹായത്തിന് അച്ഛനെ വിളിച്ചല്ലോ. ഉറപ്പായിട്ടും അച്ഛൻ വരുന്നത് നമുക്ക് നല്ല കാര്യം തന്നെയാണ്. ഓ ചെല്ല്, നീ ചെല്ല്, ഞാൻ വരാം. ഒരു സന്തോഷം. എല്ലാരും ഉണ്ടല്ലോ, അമ്മച്ചി മാത്രം എന്ത് ചെയ്യും? ഓ, അവൾ അടക്കളയിൽ തിരക്കണം. ഞാൻ ഇപ്പൊ വിളിക്കാം. എന്ത് പറ്റി സേവറെ, ഒരു മൂഡ് ഓഫ് ആണല്ലോ? ആ അച്ഛനോ സൂസൻ, അച്ഛൻ വന്നിരിക്കുന്നു. അച്ഛോ ഈശ്വരശേഷം എല്ലായ്പ്പോഴും എപ്പോഴും ദൈവത്തെ സ്തുതിയായിരിക്കട്ടെ. ഇരിക്കച്ചോ. എന്നാ പറ്റി? നിങ്ങളുടെയൊക്കെ മുഖത്തൊരു വാനതയാണല്ലോ. ഒന്നും പറയണ്ട അച്ഛൻ. എൻ്റെ ഈ അപ്പു $10,000 അച്ഛൻ ഒരാഴ്ച കൊണ്ട് ഗെയിം കളിച്ചു കളഞ്ഞത്.
ഞാൻ എൻ്റെ അപ്പച്ചനെ സുഖമില്ലാതെ നാട്ടിൽ കിടക്കുന്ന എൻ്റെ അപ്പച്ചനെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വെച്ച് സൂക്ഷിച്ചു വെച്ച ടിക്കറ്റിന്റെ പൈസ ഈ നശിച്ചവൻ കളഞ്ഞു അച്ഛൻ. എനിക്കറിയില്ല അച്ഛൻ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ തന്നെ ഒരു കോമഡി പറഞ്ഞത്. അപ്പച്ചൻ എന്നെ വിളിച്ചായിരുന്നു, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലായ്പ്പോഴും എപ്പോഴും ദൈവത്തെ സ്തുതിയായിരിക്കട്ടെ. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ സേവകരെ, മക്കളെ വളർത്തുമ്പോ ദൈവത്തോടും മാതാപിതാക്കളോടും സഭയോടും ഒക്കെ ചേർത്ത് നിർത്തി വളർത്തണമെന്ന്. നീ ആ ക്യാമ്പിന് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്താൽ ഇല്ല അച്ഛൻ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാച്ചാ ഞങ്ങൾ അച്ഛൻ പറഞ്ഞ അനുസരിച്ചില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടേതായ ലോകത്ത് ഞങ്ങൾ കയറി വിട്ടു. കൂടുതലൊന്നും ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതിപ്പോഴേ ഇങ്ങനെ കഴിച്ചാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഇതുപോലുള്ള ക്യാമ്പുകളും പരിപാടികളും ഒക്കെ സഭ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത് പിള്ളേരെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയാണ്. അതിന് അതിൻ്റെതായ വാല്യമുണ്ട്. ഇന്നത്തെ കാലത്ത് മക്കൾ വഴിപിടിച്ചു പോകാൻ വളരെ എളുപ്പമാണ്. അതിനുള്ള സാധനങ്ങളൊക്കെ ഓരോരുത്തരുടെയും കൈകളിൽ ഉണ്ടല്ലോ. അപ്പച്ച, ഇത്രയും കാലത്തെ അനുഭവ പരിചയമുള്ള ജീവിത പരിചയമുള്ള അപ്പച്ചന് എന്താ ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങള് ഇവിടെ വന്ന അന്ന് മുതൽ ശ്രദ്ധിക്കുന്നതാണ്. പിള്ളേരുടേതായ ലോകം. മാതാപിതാക്കൾക്കാണെങ്കിലോ ഇവിടെ ആരെങ്കിലും ഒരു വ്യക്തി കടന്നു വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം, എൻ്റെ അച്ഛോ ഇതൊന്നും ഈ പിള്ളേർക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ അച്ഛോ? ഇപ്പൊ ഒരു പണി കിട്ടിയപ്പോ അവർക്ക് കാര്യം മനസ്സിലായി. ഇന്നത്തെ കാലത്ത് തെറ്റ് ഏതാണെന്ന് ശരി ഏതാണെന്ന് മാതാപിതാക്കൾ വേണം മക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ. ഇനി നിങ്ങൾക്കൊക്കെ അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മുടെ പള്ളിയിൽ നിന്ന് ഇങ്ങനെയുള്ള ക്യാമ്പുകള്, വേദപാഠങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ പിള്ളേരെ വിടണം. അമ്മച്ചിക്ക് എന്താ ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അത് വളരെ ശരിയാച്ചാ. ഇവിടെയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് നേരമില്ല. രണ്ടുപേരും ഓട്ടത്തോടോടും. പിള്ളേരെ നോക്കാൻ ആർക്ക് സമയമില്ല. ഞങ്ങൾ വരുന്ന ദിവസം വരെ ഇവിടെ സന്ധ്യാപ്രാർത്ഥനയോ ഞായറാഴ്ച പള്ളിയിൽ പോക്കോ ഒന്നുമില്ല. എന്ത് പറയുന്ന വെച്ചാൽ ഒരു നേരം ഒരുമിച്ചിരുന്നിരുന്ന് ആഹാരം കഴിക്കാൻ പോലും ഇവരാർക്ക് സമയമില്ല. ഇതെല്ലാം മാറി എന്റെ കുഞ്ഞുങ്ങളൊന്ന് നന്നായാൽ മതിയായിരുന്നു. ഞാൻ നിന്റെ മകനെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴുതിട്ട് പോകുന്നതിന്റെ മുഖ്യ പങ്കം മാതാപിതാക്കന്മാർക്കാണ്. മാതാപിതാക്കന്മാർക്ക് ആശുണ്ടാക്കാൻ ഓടുന്ന തിരക്കിൽ മക്കൾ എതിരെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു എന്നൊന്നും അറിയാൻ അവർക്ക് സമയമില്ല. തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കൾ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കണം. അതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല, മറിച്ച് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാശ് മാത്രമല്ല വലുത്, അതിനപ്പുറമായി സ്നേഹബന്ധങ്ങൾക്ക്, കുടുംബ ബന്ധങ്ങൾക്ക് അതിനൊക്കെ വിലയുണ്ടെന്ന് മാതാപിതാക്കൾ വേണം മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ. അതിന്റെ ഗുണം നിങ്ങൾക്ക് ഭാവിയിൽ മക്കളിൽ നിന്നും തിരിച്ചു ലഭിക്കും. അപ്പന്റെയും അമ്മയുടെയും ശിക്ഷണത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അതിന്റെ മൂല്യവും വിലയും എപ്പോഴും കാണിക്കും. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളോടുമായി എനിക്ക് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചെലവഴിക്കുന്ന ഓരോ സമയവും വിലപ്പെട്ടതാണ്. നിങ്ങൾ ചെയ്യുന്നത് കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നതെന്ന് ഓർക്കുന്നത് വളരെ നല്ലത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ചുട്ടയിലെ ശീലം ചുടലവരെ